യൂറോപ്യൻ പോര് തീ പാറുമെന്നുറപ്പാണ്. രഞ്ജുമത്തായി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ഗോളൊന്നും വഴങ്ങാതെയാണ് കേട്ടോ ക്വാർട്ടറിലേക്ക് സ്പെയിൻ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരുടെ ആ വരവൊന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ മത്സരം കണ്ടതാണ്. കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യം സ്പെയിനെ വിറപ്പിച്ചത് നമ്മൾ കണ്ടു. 0-0 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു സ്പെയിനെ കേപ്പ് വെർദെ. ഈ ഫിനിഷിങ്ങിലെ പോരായ്മ സ്പെയിനിന്റെ മത്സരങ്ങളിൽ പലതിലും നമ്മൾ കണ്ടു. ലമീൻ യമാലിനെ പോലുള്ള താരങ്ങൾക്ക് അന്ന് തിളങ്ങാൻ കഴിയാതെ പോയത് കണ്ടു. അപ്പോൾ കേപ്പ് വെർദെ സ്പെയിനെ അന്നൊന്ന് വിറപ്പിച്ചെങ്കിലും പിന്നീട് സൗദിക്കെതിരെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് സ്പെയിൻ നടത്തിയത്. 4-0 സൗദിയെ സ്പെയിൻ തകർത്തത്. അതിന് പിന്നാലെ യുറുഗ്വേക്ക് എതിരായി ഒരു ഗോളിന് യുറുഗ്വേയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചുകൊണ്ടാണ് സ്പെയിൻ മുന്നേറിയത്. അതിന് പിന്നാലെ ഓസ്ട്രിയക്കെതിരായ മത്സരവും കടുത്തതായിരുന്നു. പക്ഷേ 3-0 സ്പെയിൻ തോൽപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ ഒരു ഫൈനലിന് സമാനമെന്ന രീതിയിൽ ആരാധകർ കാത്തിരുന്ന മത്സരമായിരുന്നു പോർച്ചുഗൽ സ്പെയിൻ മത്സരം. പോർച്ചുഗലിനെ 1-0 അവിടെ പിടിച്ചുകെട്ടിക്കൊണ്ട് CR7നെയും സംഘത്തെയും എതിരില്ലാത്ത ഒരു ഗോളിന് പിടിച്ചുകെട്ടിക്കൊണ്ടാണ് സ്പെയിൻ പട മുന്നേറുന്നത്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ മത്സരത്തിൽ 0-0 എന്ന നിലയ്ക്ക് കേപ്പ് വെർദെക്കെതിരെ, പിന്നീട് സൗദിയെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു, യുറുഗ്വേയെ 1 ഗോളിന് തോൽപ്പിച്ചു, ഓസ്ട്രിയയെ 3 ഗോളിന് തോൽപ്പിച്ചു, പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് ഗോളൊന്നും വഴങ്ങാതെയാണ് സ്പെയിൻ ഇതാ ക്വാർട്ടർ കളിക്കാൻ എത്തുന്നത്. അവരുടെ എതിരാളികൾ ബെൽജിയമാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മത്സരം എന്ന് പറയുന്നത് ബെൽജിയവും അമേരിക്കയ്ക്കും എതിരെയുള്ള മത്സരം, അത് രാഷ്ട്രീയമായി തന്നെ വളരെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന മത്സരമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് ബെൽജിയത്തിന്റെ മത്സരത്തിലേക്ക് പോയാൽ കരുത്തരായ ഈജിപ്തുമായിരുന്നു ബെൽജിയത്തിന്റെ മത്സരം. അതിൽ 1-1 എന്ന നിലയ്ക്ക് സമനിലയിലായിരുന്നു ബെൽജിയവും ഈജിപ്തും തമ്മിലുള്ള മത്സരം അവസാനിച്ചത്. ഈജിപ്ത് നോക്കൌട്ടിൽ മുന്നേറാൻ കഴിയാതെ അർജന്റീനയുമായി പരാജയപ്പെട്ടു പോകുന്നത് കണ്ടു. പക്ഷേ ഏറ്റവും മികച്ച മത്സരം കാഴ്ചവെച്ച ഈജിപ്തിനെ 1-1 എന്ന സമനിലയിൽ തളച്ചുകൊണ്ടാണ് ബെൽജിയം വരുന്നത്. ഇറാനുമായ മത്സരം, ബെൽജിയവും ഇറാനും തമ്മിലുള്ള മത്സരം നമ്മൾ കണ്ടു. വാശിയേറിയ മത്സരമായിരുന്നു. അവിടെ ഗോളൊന്നും അടിക്കാതെ സമനിലയിൽ ബെൽജിയവും ഇറാനും തമ്മിലുള്ള മത്സരം അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. തൊട്ടു പിന്നാലെ ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡിനെതിരായ മത്സരമാണ്. അവർക്ക് ഒരു മികച്ച മേൽക്കൈ നേടിക്കൊടുത്ത മത്സരം. ന്യൂസിലാൻഡിനെ 1-നെതിരെ 5 ഗോളുകൾക്കാണ് ബെൽജിയം തകർത്തത്. ലുക്കാക്കുവും സംഘവും തകർത്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സെനഗലിനായ എതിരായ മത്സരവും ശക്തിയേറിയ വാശിയേറിയ മത്സരമായിരുന്നു. 3-2 ബെൽജിയം അന്ന് കഷ്ടിച്ച് കടന്നു കൂടിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്ന് അമേരിക്കയ്ക്കെതിരായ മത്സരം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് മത്സരം കൂടിയായിരുന്നു. റെഡ് കാർഡ് നേടിയ താരത്തെ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഫിഫ തിരിച്ചു വിളിച്ചു, അമേരിക്കയ്ക്ക് വേണ്ടി കളിച്ചു എന്നൊക്കെയുള്ള വിവാദങ്ങൾക്കിടെയാണ് ബെൽജിയം അന്ന് കളിച്ചതും മികച്ച മുന്നേറ്റം നടത്തി അമേരിക്കയ്ക്കെതിരെ 1-4 ഗോളുകൾക്ക് ബെൽജിയം ജയിച്ചത്. അപ്പോൾ ബെൽജിയത്തിന്റെ യാത്ര എന്ന് പറയുന്നത് കിതച്ചും കുതിച്ചും ഒക്കെയുള്ള യാത്രയായിരുന്നു. ബെൽജിയം ഈജിപ്ത് മത്സരം സമനിലയിലായിരുന്നു. ഇറാനെതിരെ ഗോളൊന്നും അടിക്കാതെ സമനില വഴങ്ങി. ന്യൂസിലാൻഡിനെതിരെ 1-5 ജയിച്ചു. ബെൽജിയം സെനഗൽ മത്സരം 3-2, അമേരിക്കയെ 1-4 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്വാർട്ടർ പോരാട്ടത്തിന് ബെൽജിയം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം ആവേശകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. യൂറോപ്യൻ പോരാണ് സ്പെയിനും ബെൽജിയവും തമ്മിലുള്ള മത്സരം നമ്മൾ കാണാൻ പോകുന്നത്.